ഈ ബ്രിട്ടാസിന്റെ തൊലിക്കെട്ടി അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സഭയ്ക്കകത്ത് ചീഞ്ഞു നാറിയാലും ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്താതെ പിടിച്ചു നിൽക്കാൻ പുള്ളിക്ക് ജന്മസിദ്ധമായൊരു കഴിവ് തന്നെയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും CPM MP ജോൺ ബ്രിട്ടാസും തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ ഒരു ഒന്നൊന്നര പഞ്ഞിക്കിടൽ തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ അഥവാ മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക മാനസിക സാഹചര്യത്തിലായതുകൊണ്ടാണ് സംഭവം അറിഞ്ഞ മട്ടില്ല. നിങ്ങൾ ആരും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. സഭയിൽ എന്താണ് നടന്നതെന്ന് കാണാതെ സംഗതി നേരെ ഉൾട്ടയടിച്ച് നിർമ്മല സീതാരാമനെ ബ്രിട്ടാസ് പഞ്ഞിക്കിട്ടു എന്ന രീതിയിലാണ് കൈരളി ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ഹെഡ്ലൈൻ നൽകിയത്. ബ്രിട്ടാസ് അണ്ണന്റെ ആ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചു കൊടുത്തേ തീരൂ. സഭയ്ക്കകത്ത് ആരോപണ ബോംബിട്ട് മറുപടി കേൾക്കാൻ നിൽക്കാതെ പുറത്തേക്ക് കണ്ടം വഴി ഓടുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഓടിയിട്ട് പുറത്തിറങ്ങി മലയാളി മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം ചെന്ന് നിന്ന് മാസ വീരവാദം മുഴക്കുന്നു. എന്തൊരു രാഷ്ട്രീയ തന്ത്രമാണല്ലേ! കമ്മ്യൂണിസ്റ്റുകാർ ആകെ ഭീരുക്കളാണെന്ന് രാജ്യസഭയിൽ വെച്ച് ധനമന്ത്രി തുറന്നടിച്ചപ്പോൾ രാജ്യത്തെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളെല്ലാം ബോധപൂർവം മാറ്റി നിർത്തി സ്വന്തം നാട്ടിലെ ക്യാമറകൾക്ക് മുന്നിൽ മാത്രം വന്ന സവർക്കറുടെ മാപ്പപേക്ഷയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു MP ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. നാഷണൽ മീഡിയയുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ പേടിച്ച് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വന്ന സഖാവ് നടത്തിയ ഈ വീരവാദങ്ങൾക്ക് പിന്നിലെ ഒളിച്ചുകളിയും UPA ചാർജ് ആരോപണത്തിലെ യഥാർത്ഥ വസ്തുതകളും നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. 2026 നികുതി നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് സംഭവങ്ങളുടെ എല്ലാം തുടക്കം. രാജ്യസഭയിൽ ചർച്ച ചൂടുപിടിക്കുന്നതിനിടയിൽ കേന്ദ്ര സർക്കാർ സാധാരണക്കാരുടെ UPI ഇടപാടുകൾക്ക് നികുതിയും ചാർജും ഏർപ്പെടുത്താൻ പോകുന്നു എന്നൊരു വമ്പൻ ആരോപണം ജോൺ ബ്രിട്ടാസ് MP അങ്ങ് എയ്തു വിട്ടു. പോരാത്തതിന് ഇതിനെതിരെ ഒരു പ്രമേയം പോലും അവതരിപ്പിച്ച് സഭയിലും ജനങ്ങൾക്കിടയിലും വൻ പുകമറയാണ് സൃഷ്ടിച്ചത്. എന്നാൽ ആരോപണം ഉന്നയിച്ച് തനിക്ക് അനുവദിച്ച സമയം അവസാനിച്ച ആ നിമിഷം സഖാവ് സഭയിൽ നിന്നും അങ്ങോട്ട് സ്ഥലം വിട്ടു. സഭയിലെ അംഗങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ അതിന് കൃത്യമായി പോയിന്റ് ബൈ പോയിന്റായി വസ്തുതകൾ നിരത്തി മറുപടി നൽകുന്നതാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഒരു രീതി. അല്ലാതെ ഇങ്ങനെ സ്ഥലം വിടുന്ന കാര്യമൊന്നും പുള്ളിക്കാരി ആലോചിക്കുന്ന തന്നെയില്ല. പക്ഷെ മറുപടി പറയാൻ ധനമന്ത്രി എഴുന്നേറ്റപ്പോഴേക്കും ആരോപണം ഉന്നയിച്ച ആൾ സഭയിലില്ല. ഇതാണ് ധനമന്ത്രിയെ ശരിക്കും ചൊടിപ്പിച്ചത്. വസ്തുതകളെ വളച്ചൊടിച്ച് ആരോപണം ഉന്നയിക്കുക, അതിന് മറുപടി പറയുമ്പോൾ അത് കേൾക്കാൻ പോലും നിൽക്കാതെ ഓടിപ്പോവുക. ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രീതി. കമ്മ്യൂണിസ്റ്റുകളാകെ ഭീരുക്കളാണ്. ആരോപണം ഉന്നയിക്കാൻ മാത്രം അവകാശമുള്ള ബ്രിട്ടാസിന് അത് കേൾക്കാനുള്ള ബാധ്യതയില്ലേ? നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ സത്യം പറഞ്ഞാൽ UPI ഇടപാടുകൾക്ക് സർക്കാർ ചാർജ് ഈടാക്കുന്നുണ്ടോ? അതോ ബ്രിട്ടാസ് MP സഭയിൽ അനാവശ്യ ഭീതി പരത്താനായി കഥ മെനയുകയായിരുന്നോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരാം. ധനമന്ത്രി സഭയിൽ വ്യക്തമാക്കിയ യഥാർത്ഥ വസ്തുതകൾ ഞാൻ പറയാം. നികുതിയോ ചാർജോ ഇല്ല. പുതിയ നികുതി നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സാധാരണ UPI ഉപയോക്താക്കളിൽ നിന്നും യാതൊരുവിധ നികുതിയോ ഇടപാട് ചാർജുകളോ ഈടാക്കുന്നതിനല്ല, നിയമപരമായ സംരക്ഷണം, അതായത് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾക്കും ഇലക്ട്രോണിക്സ് പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾക്കും നിലവിലുള്ള നിയമപരമായ സംരക്ഷണം അഥവാ ലീഗൽ പ്രൊട്ടക്ഷൻ തുടർന്നു പോകാൻ വേണ്ടിയുള്ള സാങ്കേതിക തിരുത്തലുകൾ മാത്രമാണ് ഈ ബില്ലിലുള്ളത്. യാതൊരു പഠനവുമില്ലാതെ ഡിജിറ്റൽ രംഗത്ത് ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങളെ തകർക്കാനും ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബ്രിട്ടാസ് MP സഭയിൽ ഇത്തരത്തിലൊരു പ്രചാരണം നടത്തിയത്. മറുപടി കേട്ടിരുന്നുവെങ്കിൽ സ്വന്തം ആരോപണത്തിലെ അബദ്ധങ്ങൾ ബോധ്യപ്പെടുമായിരുന്നു. അതില്ലെങ്കിലും അദ്ദേഹത്തിന് അറിയാം താൻ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നതെന്ന്. എന്നാൽ അതിനൊന്നും നിൽക്കാതെ സഭയിൽ നിന്നും സ്ഥലം വിടുകയാണ് ബ്രിട്ടാസ് ചെയ്തത്. സഭയിൽ നിന്നും ഇറങ്ങി ഓടിയ ബ്രിട്ടാസ് MPയെ പിന്നീട് കണ്ടത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? അതായത് ഇവിടെ പൊങ്ങി ഇവിടെ പൊങ്ങി എന്ന് പറയുന്നത് പോലെ ദേശീയ മാധ്യമങ്ങൾ കൂട്ടത്തോടെ നിന്നിരുന്ന പാർലമെന്റിന്റെ പ്രധാന കവാടത്തിലല്ല, പകരം മലയാളി മാധ്യമ പ്രവർത്തകരെ മാത്രം പ്രത്യേകം വിളിച്ച് ഒരു ബൈറ്റ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ സഖാവ്. നാഷണൽ മീഡിയയുടെയും ദേശീയ മാധ്യമ പ്രവർത്തകരുടെയും കൂർത്ത ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ എന്തേ ധീരനായ സഖാവിന് ഭയം? അവിടെ ചെന്നാൽ UPI വിഷയം കൂടുതൽ വിശദീകരിക്കേണ്ടി വരും, സാങ്കേതികമായി മറുപടി നൽകേണ്ടി വരും. അതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ച് തനിക്ക് അനുകൂലമായ വാർത്ത കൊടുക്കുന്ന കേരളത്തിലെ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് വൻ മാസ് സംഭാഷണം അടിക്കുന്നു. അവരാകുമ്പോൾ തിരിച്ചൊന്നും ചോദിക്കില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ ബ്രിട്ടാസ് പറഞ്ഞത് നോക്കാം. ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ നൽകിയ സവർക്കറുടെ അനുയായികളാണ് നമ്മളെ ഭീരു എന്ന് വിളിക്കുന്നതെന്ന്. പാർലമെന്റിൽ വരാൻ പേടിച്ചോടുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആളുകളാണോ ഈ പറയുന്നതെന്ന്. ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾ സഭയിൽ ധനമന്ത്രി നേർക്കുനേർ ചോദ്യം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ മറുപടി സഭയ്ക്കകത്ത് അവിടെ വെച്ച് കൊടുത്തില്ല? സവർക്കറുടെ ചരിത്രവും കൊണ്ട് മലയാളി മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ കാണിച്ച ഈ വീരശൂര പരാക്രമം നിർമ്മല സീതാരാമന്റെ മുഖത്ത് നോക്കി പറയാൻ എന്തുകൊണ്ട് ബ്രിട്ടാസിന് ധൈര്യമുണ്ടായില്ല?
ദേശീയ മാധ്യമങ്ങളെ പേടിച്ച് ഒരു വശത്തേക്ക് മാറി നിന്ന് കേരളത്തിലെ വോട്ടർമാരെ മാത്രം ലക്ഷ്യമിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നാടകം കളിക്കുന്നതാണോ കമ്മ്യൂണിസ്റ്റ് ധീരത? ഇവിടെ ഏറ്റവും രസകരമായ കാര്യം കൈരളി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ നിലപാടാണ്. പാർലമെന്റ് നടപടികൾ ലൈവായി രാജ്യവ്യാപകമായി ആളുകൾ കാണുന്നതാണ്. അവിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൃത്യമായി ഡാറ്റ വെച്ച് ബ്രിട്ടാസിന്റെ ആരോപണങ്ങളെ തച്ചുടയ്ക്കുകയും മറുപടി കേൾക്കാൻ ധൈര്യമില്ലാതെ ഓടി ഒളിച്ച് ബ്രിട്ടാസിനെ ഭീരു എന്ന് വിളിക്കുകയും ചെയ്തു. എന്നാൽ ഈ വാർത്ത കേരളത്തിലെത്തിയപ്പോൾ സംഭവം ആകെ മാറി. എന്താ സംഭവിച്ചത് അറിയോ? സഭയിൽ നടന്ന യഥാർത്ഥ വസ്തുതകൾ പൂർണ്ണമായും മുക്കി. ധനമന്ത്രി സഭയിൽ ഉന്നയിച്ച കൃത്യമായ മറുപടികൾ വാർത്തകളിൽ നിന്നും ഒഴിവാക്കി. ധനമന്ത്രി ഒന്നും മിണ്ടിയില്ല. ബ്രിട്ടാസ് എല്ലാത്തിനും അങ്ങോട്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ, അതായത് പുറത്തിറങ്ങി ബ്രിട്ടാസ് പറഞ്ഞ മാസ ബൈറ്റ് മാത്രം കാണിച്ച് നിർമ്മലാ സീതാരാമനെ ബ്രിട്ടാസ് സഭയിൽ പഞ്ഞിക്കിട്ടു എന്ന മട്ടിൽ തലക്കെട്ടുകൾ നൽകി. സഭയ്ക്കകത്ത് നടന്ന ട്രോളിങ്ങും പഞ്ഞിക്കിടലും മറച്ചുവെച്ച് പുറത്തു നിന്നുള്ള ഒറ്റയാൾ പ്രകടനം മാത്രം കാണിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരമൊരു മാധ്യമ പ്രവർത്തനം ശരിക്കും പ്രശംസനീയമാണ്. UPI ഇടപാടുകൾക്ക് സർക്കാർ നികുതിയും ചാർജും ഏർപ്പെടുത്താൻ നീക്കം നടത്തുന്നുവെന്ന് ക്യാമറകൾക്ക് മുന്നിൽ നിന്നും സഖാവ് ഉറക്കെ വിളിച്ചു പറയുമ്പോഴും ബില്ലിൽ അങ്ങനെയൊരു വ്യവസ്ഥയേ ഇല്ലെന്നും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കുള്ള നിലവിലുള്ള നിയമപരമായ സംരക്ഷണം തുടരുക മാത്രമാണ് ചെയ്യുന്നത് എന്നുമായിരുന്നു സഭയിലെ യഥാർത്ഥ വസ്തുത. തനിക്ക് അനുവദിച്ച സമയം തീർന്നതുകൊണ്ടാണ് ഇറങ്ങിപ്പോയതെന്ന് ബ്രിട്ടാസ് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ധനമന്ത്രി മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ അത് കേൾക്കാൻ പോലും നിൽക്കാതെ ഓടി ഒളിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. സത്യം പറഞ്ഞാൽ സഭയിലെ ഒരു കോമാളിയായി മാറിയിട്ടുണ്ട് ബ്രിട്ടാസ്. ഇതിനെ തുടർന്നാണ് ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രം മിടുക്ക് കാണിക്കുകയും അതിനുള്ള മറുപടി നേരിടാൻ പോലും ധൈര്യമില്ലാതെ സ്ഥലം വിടുകയും ചെയ്യുന്ന നിലപാടിനെ ചൂണ്ടിക്കാട്ടി ധനമന്ത്രി ഭീരു പരാമർശം നടത്തിയത്. എന്നാൽ സഭയ്ക്ക് പുറത്തു വന്ന സവർക്കറുടെ ചരിത്രം പറഞ്ഞ വിഷയത്തെ തിരിച്ചുവിടാനായിരുന്നു ബ്രിട്ടാസിന്റെ ശ്രമം. പക്ഷേ അത് പാളിപ്പോയി. കാരണം വന്നിപ്പം മാപ്രകളെയൊന്നും ആരും നോക്കുന്നില്ല. കാരണം മാപ്രകളുടെ തനിനിറം ജനങ്ങൾക്ക് മനസ്സിലായി. നാഷണൽ മീഡിയയുടെയും ദേശീയ മാധ്യമ പ്രവർത്തകരുടെയും കൂർത്ത ചോദ്യങ്ങളിൽ നിന്നും UPI വിഷയത്തിലെ സത്യാവസ്ഥകളിൽ നിന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ വേണ്ടി ബോധപൂർവ്വം മലയാളി മാധ്യമങ്ങളെ മാത്രം വിളിച്ച് ബൈറ്റ് നൽകി തടിയൂരുന്ന സഖാവിന്റെ രാഷ്ട്രീയ നാടകമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ കണ്ടത്. പാർലമെന്ററി ചർച്ചകളെ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. സഭയിൽ കൃത്യമായ വസ്തുതകൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധിക്കുകയല്ല ബ്രിട്ടാസ് ചെയ്യുന്നത്, മറിച്ച് അനാവശ്യ ഭീതി പരത്തലാണ്. ജനശ്രദ്ധ നേടാൻ UPI ചാർജ് എന്ന പേരിൽ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നു. പിന്നെ മറുപടിയിൽ സത്യം പുറത്തു വരുമെന്ന് ഉറപ്പായപ്പോൾ സമയം കഴിഞ്ഞു എന്ന സാങ്കേതികത്വവും പറഞ്ഞ് സ്ഥലം വിടുന്നു. ഇതൊക്കെ എവിടത്തെ രീതിയാണ്? പുറത്തു വന്ന് തനിക്ക് അനുകൂലമായ പ്രാദേശിക മാധ്യമങ്ങളെ വിളിച്ച് ദേശീയ നേതാക്കളെ അധിക്ഷേപിച്ച് വാർത്തകൾ നിറയ്ക്കുന്നു. എപ്പോഴാണ് ഈ ഷായും മോദിയും എല്ലാം പാർലമെന്റിലേക്ക് സഭയിലേക്ക് വരാത്തത്? അതൊന്നും നിങ്ങൾ പറഞ്ഞു തരാമോ? കൈരളി പോലെയുള്ള മാധ്യമങ്ങൾ അത് വാർത്തയാക്കി. അത് പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം ഇത് നിങ്ങളുടെ രീതിയാണ്. ഇത് ധീരതയല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ഒളിച്ചുകളിയാണ്. സഭയിൽ വെച്ച് നിർമ്മല സീതാരാമൻ ഭീരുക്കൾ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണോ അത് 100% ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ബ്രിട്ടാസിന്റെ സഭയ്ക്ക് പുറത്തുള്ള പ്രകടനം. ആരോപണം ഉന്നയിക്കാൻ കാണിക്കുന്ന അതേ ധൈര്യം അതിനുള്ള മറുപടി കേൾക്കാനും അത് ഫേസ് ചെയ്യാനും കാണിക്കുമ്പോഴാണ് ഒരു ജനപ്രതിനിധി ആകുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ തനി കമ്മ്യൂണിസ്റ്റ് സഖാക്കളാണെന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. നിങ്ങൾ അതേ സ്വഭാവമാണ് കാണിക്കുന്നത്. അല്ലാതെ സഭയിൽ പോയി വലിയ കാര്യം പറഞ്ഞിട്ട് പുറത്തിറങ്ങി മലയാള മാധ്യമങ്ങളുടെ മുന്നിൽ സവർക്കർ പ്ലേ കളിക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ തട്ടിപ്പാണ്. എന്തായാലും അതൊക്കെ ഒടിച്ചു മടക്കി പോക്കറ്റിൽ തന്നെ തിരികെക്കൊള്ളൂ. കാരണം ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും ഇന്നത്തെ കേരള ജനതയ്ക്കുണ്ട്. എല്ലാ കാലത്തും പൊതുജനം കഴുതിയല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.